തിരയടങ്ങിയ സമുദ്രം, അതിവിശാലമായ സമുദ്രതീരം, വിസ്മയം തീർക്കുന്ന മഹാസമുദ്രം. ഇത് ചോള സാമ്രാജ്യം. 9-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ അരുൾമൊഴിവർമ്മൻ എന്ന രാജരാജ ചോളനും അദ്ദേഹത്തിന്റെ പുത്രൻ രാജേന്ദ്ര ചോളനും വാൾമുനയിൽ ചോരമുക്കി വിജയഗാഥകൾ രചിച്ച ചോള സാമ്രാജ്യം. ബംഗാൾ ഉൾക്കടലിന്റെ വ്യാപാര നിയന്ത്രണം സ്വന്തമാക്കിയ രാജേന്ദ്ര ചോളൻ ഇന്നത്തെ ശ്രീലങ്കയും ബംഗ്ലാദേശും മലേഷ്യയും തായ്ലൻഡും ഇന്തോനേഷ്യയും തന്റെ വരുതിയിലാക്കി. പരാജയമറിയാത്ത ഈ ചക്രവർത്തിക്ക് അപ്പോഴും വെല്ലുവിളിയായി ഒരു ചെറിയ നാട്ടുരാജ്യം ശിരസുയർത്തി നിന്നിരുന്നു, ഇന്നത്തെ നമ്മുടെ തിരുവനന്തപുരം. തുടർന്ന് നടന്നത് യുദ്ധമായിരുന്നു, മഹായുദ്ധം, തകർക്കലിന്റെയും ചുട്ടരിക്കലിന്റെയും പടയോട്ടം. പക്ഷേ ഇത് എന്തിനായിരുന്നു? ഒരു കേട്ടുകഥയുടെ സത്യമറിയാനുള്ള ഓട്ടമാണിത്. പറഞ്ഞും കേട്ടുമറിഞ്ഞ പത്മനാഭന്റെ മണ്ണിലെ അറിയാത്ത ചരിത്രരേഖ തേടിയുള്ള പരക്കം പാച്ചിൽ. എവിടെ നോക്കിയാടാ പറഞ്ഞത്? സോറി കേട്ടോ, പെട്ടെന്ന് ഞാൻ കണ്ടില്ല. കുവലയമാല. ഡോക്ടർ, എന്നിട്ട് എന്ന് മുതലാണ് തിരുവിതാംകൂർ രാജവംശം ഈ നാട് ഭരിച്ചു തുടങ്ങിയത്? 18-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ വേണാട് എന്നറിയപ്പെട്ടിരുന്ന ഒരു ചെറിയ നാട്ടുരാജ്യം ഉണ്ടായിരുന്നു. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അതിന്റെ വ്യാപ്തിയും പ്രൗഢിയും വ്യാപിപ്പിച്ച് തിരുവിതാംകൂർ എന്ന പേരിൽ ദക്ഷിണ ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തിയേറിയ ഒരു രാജ്യമാക്കി അതിനെ മാറ്റി. കപ്പലിറങ്ങിയ വിദേശികൾ നടന്നു കയറിയത് ഇവിടുത്തെ സുഗന്ധവ്യഞ്ജനങ്ങളുടെയും പട്ടുവസ്ത്രങ്ങളുടെയും വ്യാപാര കേന്ദ്രത്തിലേക്കാണ്. മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ പ്രൗഢിയിലും സമ്പത്തിലും ആയുധബലത്തിലും അന്ന് തിരുവിതാംകൂർ ഒന്നാമതായിരുന്നു. നിരന്തരമായ പോരാട്ടങ്ങൾക്കൊടുവിലാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അധികാരമേറ്റത്. ഡച്ച് സാമ്രാജ്യത്വത്തിന്റെ അടിവേരറുത്ത കുളച്ചൽ യുദ്ധത്തോടെ മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ വിദേശികൾ ആയുധം താഴ്ത്തി അടിയറവ് പറഞ്ഞു. പ്രാർത്ഥനയോടെ തൃപ്പടിദാനത്തിലൂടെ രാജ്യം തന്നെ ശ്രീ പത്മനാഭനെ സമർപ്പിക്കുകയും പത്മനാഭസ്വാമി ക്ഷേത്രം നവീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കാലത്ത് പരസ്യമായി വെല്ലുവിളിക്കുന്നവരെ തെരഞ്ഞുപിടിച്ച് വിചാരണ കൂടാതെ കഴിവേറ്റി നാട്ടുകാർക്കിടയിൽ ഭയത്തിന്റെ കാഴ്ച തീർത്തിരുന്ന വിദേശ ധാർഷ്ട്യം തിരുവിതാംകൂറിൽ അവസാനിച്ചു. പക്ഷെ ചോളന്മാർ ഇവിടെ ആക്രമിച്ചത് ഇതിനേക്കാൾ നൂറ്റാണ്ടുകൾക്ക് മുൻപാണല്ലോ. ആയന്മാരും ചേരന്മാരും ഇവിടെ ഭരിച്ചിരുന്ന കാലത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം അത്ര സമ്പന്നമായിരുന്നില്ലല്ലോ. പിന്നെന്താണ് രാജരാജ ചോളനെയും രാജേന്ദ്ര ചോളനെയും ഇവിടേക്ക് ആകർഷിക്കാനുള്ള ഘടകം? എടാ, ഇത് ഒറിജിനൽ അല്ലല്ലോ. അല്ല, കോപ്പിയാ. പക്ഷെ ഒറ്റ പേജ് വിട്ടിട്ടില്ല, എല്ലാം ഉണ്ട്. നിനക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല, ആ ഉമ്നിക്കാരൻ വെറുതെ. നോക്ക്, ഞാൻ പറഞ്ഞില്ലേ ഇതിലുണ്ട് അതെല്ലാം. 8-ാം നൂറ്റാണ്ടിലെ ജൈന സാഹിത്യകാരൻ ഉദ്യാനന സൂറി രചിച്ച മനോഹര കൃതിയാണ് ഈ കുവലയമാല. കുവലയചന്ദ്രൻ എന്ന രാജകുമാരൻ തന്റെ സ്വപ്ന സുന്ദരിയായ കുവലയചന്ദ്രികയെ അന്വേഷിച്ച്
കോട്ടൂർ അംബാസമുദ്രം വഴി കരമന കിള്ളിയാർ മുറിച്ചു കടന്ന് ആ ഒരു സുന്ദര ദേശത്തേക്ക് അവരെത്തിച്ചേർന്നു. കുവലയമാലയിൽ പ്രതിപാദിക്കുന്ന കരമനയാറിന്റെ തീരത്തുള്ള ഈ സുന്ദരദേശം നമ്മുടെ ഇന്നത്തെ തിരുവനന്തപുരമാണത്രേ. പത്മനാഭസ്വാമി ക്ഷേത്രത്തേക്കാൾ അക്കാലത്ത് ലോകത്തെ ഇവിടേക്ക് ആകർഷിച്ചത് കാന്തല്ലൂർ ശാലയെന്ന ഇവിടുത്തെ മഹാസർവകലാശാല ആയിരുന്നു. വിദ്യയുടെ ഉറവിടം തേടി ഭാരതീയരും വിദേശീയരും അന്നാദ്യം സഞ്ചരിച്ചത് നളന്ദയിലേക്കും തക്ഷശിലയിലേക്കുമായിരുന്നില്ല, കാന്തല്ലൂർ ശാലയിലേക്കായിരുന്നു. അങ്ങനെ യുവാക്കളുടെ ഒരു സംഗമ ഭൂമിയായി ഇവിടം. വേദം, തത്വജ്ഞാനം, തർക്കം, വാനശാസ്ത്രം, കല, ചിത്രമെഴുത്ത് എന്നിവ അറിവും കലയും ആയിരുന്നുവെങ്കിൽ ആയോധനത്തിന്റെ കൈക്കരുത്തും മെയ്ക്കരുത്തും ഇന്ദ്രജാല മഹേന്ദ്രജാലവും ശരവേഗത്തിൽ പായുന്ന ചിന്തയുടെ അശ്വവേഗവും പഠിതാക്കൾക്കും പോരാളികൾക്കും ഒരുപോലെ മാറ്റുരയ്ക്കാനുള്ള ഉരകല്ലായി. ശുചീന്ദ്രം ക്ഷേത്രത്തിൽ നിന്നും കണ്ടെടുത്ത രേഖകൾ തൂത്തും തുടച്ചും കാന്തല്ലൂരിൻ്റെ ഈടുവയ്പ്പാണെന്ന് നാം തിരിച്ചറിഞ്ഞു. കാന്തല്ലൂർ ശാലയുടെ ഓർമ്മകളുടെ ഹൃദയമിടിപ്പോടെ ആര്യശാലയും വലിയ ശാലയും ചാലയും അറിയാത്ത കഥയിലെ നായക കഥാപാത്രങ്ങളെപ്പോലെ ഇന്നും ചമയങ്ങൾ അണിയുന്നു. നാം വസിക്കുന്ന നമ്മുടെ നഗരത്തിന്റെ ചരിത്രം അറിയേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമ കൂടിയാണ്. ഓക്സ്ഫോർഡിനെക്കാളും കാംബ്രിഡ്ജിനേക്കാളും വലിയൊരു സർവകലാശാല അതിനേക്കാൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചിരുന്നു എന്നത് നമുക്ക് അഭിമാനിക്കേണ്ട ഒന്നാണ്. എന്നാൽ അതിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തുവാനും സംരക്ഷിക്കുവാനും നമ്മൾ എത്രമാത്രം ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യമായി ഇപ്പോഴും തുടരുന്നു. നമ്മുടെ നഗരത്തിന്റെ ചരിത്രം അവസാനിച്ചിട്ടില്ല, അതിപ്പോഴും എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു.